പുറത്തെ പ്രവാഹം ദീർഘനേരം നിലച്ചില്ല. ഇവിടെ കണ്ണാടിയും ഒരു ഓർമ്മ പുതുക്കുകയാണ്. 4 വർഷം മുമ്പ് തിരുവനന്തപുരത്തെ ദേശാഭിമാനി ഓഫീസിന് സമീപമുള്ള വീട്ടിൽ വെച്ചുണ്ടായ ഒരു അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ ഞങ്ങൾ ആവർത്തിക്കുകയാണ്. എൻ്റെ ലേഖനം എഴുതാനുള്ള പ്രകോപനം കരുണാകരൻ്റെ ഒരു പ്രസ്താവനയാണ്. അത് ആ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സേട്ടും മദിനിയും മതമൗലികവാദികളാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തങ്ങൾ മതനിരപേക്ഷനാണെന്നാണ്. ആ സ്ഥിതിക്ക് മതമൗലികത എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു നിർവചനം നൽകണമെന്ന് എനിക്ക് തോന്നി. അതിന് എനിക്ക് തോന്നുന്നൊരു നിർവചനം ഞാൻ നൽകി. അതിൽ അഭിപ്രായ ഭേദം ഉണ്ടാവാം. അതിൻ്റെ ചർച്ച നടക്കട്ടെ. ഈ തരത്തിലുള്ള ഒരു ചർച്ച ആവശ്യമാണ് എന്നാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മതമൗലികത എന്നുള്ളത് ഇഷ്ടപ്പെടാത്തവരെ കുറ്റപ്പെടുത്തുന്നതിനുള്ള ഒരു പദപ്രയോഗമായിട്ട് മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള മതവിശ്വാസികൾ അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുന്നവർ അവരെ എല്ലാം വിശേഷിപ്പിക്കുന്നതിനുള്ള ഒരു പദമായി മാറിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് കാര്യമായ ചർച്ച നാട്ടിൽ നടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിൽ എനിക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിനും പറയുന്നതിനും ഒക്കെ രാഷ്ട്രീയ ലക്ഷ്യം കാണും. പക്ഷെ ഇവിടെ പ്രധാനമായത് മതനിരപേക്ഷതയെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ആശയമുണ്ടാവണമെന്നും മഹാത്മാഗാന്ധിയെ പോലുള്ളവരെ മതത്തെ സാമ്രാജ്യ വിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ ശ്ലാഘിക്കണമെന്നും ഉള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാനത് എഴുതിയത്. 1958 ഞാൻ എഴുതിയത് ഇന്ന് പ്രസക്തമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് അന്ന് ഞാൻ മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കൂട്ടിച്ചേർത്ത് വിലയിരുത്തുകയാണ് ചെയ്തത്. അത് ഇന്ന് പ്രസക്തമാണ്. ഇന്ന് മുമ്പ് എന്നത്തേക്കാളും പ്രസക്തമാണ്. മഹാത്മാഗാന്ധിയുടെ പങ്കിനുള്ള ഗുണവശങ്ങൾക്ക് ഇന്ന് കൂടുതൽ പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഗാന്ധിജത്തിൽ വിശ്വസിക്കുന്നവരും ഇടതുപക്ഷക്കാരും ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യം ഇപ്പോൾ വന്നിരിക്കാം. ആ സ്ഥിതിക്ക് മതവിശ്വാസികളും മതത്തെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നവർ തന്നെ അതിൽ മതത്തെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് ഗാന്ധി ഉപയോഗിച്ചു, ജിന്നെ ഉപയോഗിച്ചു. ഗാന്ധി ഉപയോഗിച്ചപ്പോഴുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവരുമായി സഹകരിക്കുകയും ഇന്നത്തെ ഗാന്ധിസ്റ്റുകളിൽ പുരോഗമനപരമായ നിലപാടെടുക്കുന്ന പലരുമുണ്ട്. അവരുമായി സഹകരിക്കുന്നത് ആവശ്യമാണ്. അവര് പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ജനങ്ങളെയല്ല കാണുന്നത്. ആ സമുദായങ്ങളിൽപ്പെട്ടിട്ടുള്ള പ്രമാണിമാരെയാണ് കാണുന്നത്. ആ പ്രമാണിമാരുടെ സഹായം തേടാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതാണ് എൻ്റെ വിമർശനം. ഞങ്ങൾ നേരെ മറിച്ച് നോക്കുന്നത് ആ സമുദായങ്ങളിൽപ്പെട്ടിട്ടുള്ള പാവപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ക്രീമി ലെയറിൽ നിന്ന് ഉള്ള ആളുകളെ ഒഴിച്ചു നിർത്തുക എന്നും, പക്ഷെ അങ്ങനെ ഒഴിച്ചു നിർത്തുന്നതിൻ്റെ ഫലമായിട്ട് ആ സമുദായത്തിന് ജോലി നഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഈ നിലപാടിലേക്ക് CPIയും വളരെ കാലം കഴിയുന്നതിന് മുമ്പ് എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നുള്ള ഈ തർക്കം താൽക്കാലികമാണെന്നാണ് എൻ്റെ അഭിപ്രായം.
അത് സ്വാഭാവികമായിട്ടുണ്ട്. മനുഷ്യര് രണ്ടോ മൂന്നോ ആൾ ചേർന്നാൽ അഭിപ്രായ വ്യത്യാസം വരും. മറ്റേ അങ്ങനെ വരുമ്പോൾ 6 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള CPIഎമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് 60-ലേറെ മെമ്പർമാരുള്ള സെൻട്രൽ കമ്മിറ്റിയിലും 15-16 മെമ്പർമാരുള്ള PBയിലും പ്രതിഫലിക്കും. പക്ഷെ അത് തീർക്കുന്നതിനൊരു പാർട്ടി മാർഗമുണ്ട്. അത് സ്വതന്ത്രമായ ചർച്ച. അപ്പം ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏകണ്ഠമായി തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ ഏകണ്ഠമായി തീരുമാനിക്കുക, അല്ലെങ്കിൽ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനിക്കുക. ഭൂരിപക്ഷം അനുസരിച്ചായാലും അത് എല്ലാ മെമ്പർമാരും നടപ്പിൽ വരുത്തുക. ഞങ്ങൾ ചിലരിപ്പോൾ തലപ്പത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു പാപേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഞങ്ങളോട് മാറണമെന്ന് ചിലർ പറയാറുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, വേണു ഒരു യോഗത്തിൽ പറഞ്ഞു EMS മാറി നിൽക്കണം. അന്ന് ഞാൻ അതിന് മറുപടി പറഞ്ഞു, ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്ന കാലത്ത് അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരോട് നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് അവരെ മാറ്റി നിർത്തിയാക്കിയത്. അതുപോലെ നിങ്ങളിലെ ഞങ്ങളെ മാറ്റി നിർത്തിക്കോളൂ. മൂന്ന് അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടാക്കലാണ് വികസനം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ അസംബന്ധതകളുണ്ടോ? അന്താരാഷ്ട്ര വിമാനത്താവളമല്ല ഇവിടെ ആവശ്യം. കാർഷികോത്പാദനം കുറയാണ്, വ്യാവസായികോത്പാദനം കുറയാണ്. ഇതാണ് പ്രധാന പ്രശ്നം. അതുപോലെ മലബാർ വടക്കേ മലബാർ യൂണിവേഴ്സിറ്റി, മലബാറിന്റെ ഭാഗമാണ് കോഴിക്കോട്. കോഴിക്കോട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ഒരു സെന്റർ തലശ്ശേരി ഉണ്ട്. തലശ്ശേരി സെന്ററിലുള്ള യൂണിവേഴ്സിറ്റിക്ക് പുറമേ വടക്കേ മലബാർ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ മറ്റേ മുൻഗണനാക്രമം അനുസരിച്ച് പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കാതെ അപ്രധാനമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള ചിന്താഗതി ഇന്നുണ്ട്. ഇത് തീർക്കലാണ് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ള പ്രശ്നം. EMSന്റെ മരണശേഷമുള്ള ആദ്യത്തെ പ്രഭാതത്തിൽ ഉണർന്നവർ നായകനെ തേടി AKG സെന്ററിലെത്തി. EMSുമായുള്ള അവസാന നിമിഷങ്ങളിൽ ഒന്നും നഷ്ടപ്പെടരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന അനേകം മനുഷ്യർ മറ്റെല്ലാം മാറ്റിവെച്ച് അന്തിമ പ്രണാമങ്ങളുമായി വന്നു. അവസാനിച്ചത് ഒരു ചരിത്രാധ്യായമായിരുന്നുവെങ്കിലും പലരുടെയും സ്വന്തമായിരുന്നു നമ്പൂതിരിപ്പാട്. ഈ മനുഷ്യനെ ആദരിക്കുകയും സ്നേഹിക്കുകയും മാത്രമല്ല, ഓമനിച്ചിരുന്നവരായിരുന്നു ഇവരിൽ പലരും. ഇനി EMSന്റെ അന്തിമയാത്രകളുടെ സമയമായി. ഔദ്യോഗിക ബഹുമതികൾക്കായി AKG സെന്ററിൽ നിന്ന് മൃതദേഹം സെക്രട്ടേറിയറ്റിലെ ദർബാർ